യൂറോപ്യൻ രാജ്യങ്ങളെന്ന് കേൾക്കുമ്പോൾ അവിടെ സമാധാനമാണ് നാം കേട്ടു വളർന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായി അങ്ങനെയല്ല, അവിടെ നിരന്തരം അക്രമങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത വരുന്നത് നമുക്കറിയാമല്ലോ, ജർമ്മനിയിൽ നിന്നാണ്. ജർമ്മനിയിൽ ഒരു ആക്രമണത്തിൽ 12-ലധികം പേർക്കാണല്ലേ പരിക്കേറ്റിരിക്കുന്നത്. ജർമ്മനി ഒരു ആരുടെയൊക്കെയോ ടാർജറ്റാണ്, അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അല്ല, ജർമ്മനി മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ, ഫ്രാൻസ് ആയാലും. ഫ്രാൻസ്, ജർമ്മനി, അതുപോലെ തന്നെ UK, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൃത്യമായിട്ടും ആരൊക്കെയോ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് പോലെ അങ്ങനെ സംശയിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, ആര് സംശയിച്ചാലും. ഇവിടെ ഇത് ജർമ്മനിയിൽ ഇപ്പോൾ ഒരു കത്തി ആക്രമണമാണ് നടന്നത്. 12 പേർക്ക് പരിക്കേറ്റു. ഈ ആക്രമണം നടത്തിയത് ഒരു സ്ത്രീയാണ്, 39-കാരിയാണ്. അവരിപ്പോൾ പോലീസ് പിടിയിലായിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും അവർ തനിച്ചാണ് ഈ ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറയുന്നു. ഒരു ഏകാംഗ ആക്രമണമാണ്. അപ്പോൾ ഇത് ഒരു തരത്തിൽ ജിഹാദി ആക്രമണമാണോ അല്ലയോ എന്നൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല വിവരങ്ങൾ. പോലീസ് അത് പുറത്തു വിട്ടിട്ടില്ല. ഈ ജർമ്മനിയിലെ ഹാംബുർഗ് നഗരത്തിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഈ ആക്രമണം നടന്നത്. ഇപ്പോൾ ആ റെയിൽവേ സ്റ്റേഷന് ജർമ്മനിയിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് ഈ ഹാംബുർഗ് എന്ന് പറയുന്ന നഗരത്തിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. നമുക്കറിയാം, കഴിഞ്ഞ ക്രിസ്മസിന് തൊട്ട് മുമ്പ് അതിന് ഈ 2024 ക്രിസ്മസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ 2023, 2022 ഒക്കെ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് വലിയ ക്രിസ്മസ് ചന്തകൾ നടക്കും. വലിയൊരു തോതിൽ ഈ വ്യാപാരം നടക്കുന്ന വളരെ ചെറിയ ഉൽപ്പന്നങ്ങൾ മുതൽ സ്വർണം വരെയുള്ള വളരെ വിലപിടിപ്പുള്ള കാറുകൾ ഒക്കെ വിറ്റ് പോകുന്ന ഒരു സമയമാണ് യൂറോപ്പിൽ. ഈ ക്രിസ്മസിനോടനുബന്ധിച്ചാണ് അതൊക്കെ കൂടുതലായിട്ടും വിറ്റ് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് വലിയ തിരക്കായിരിക്കും ഈ പറയുന്ന നഗരപ്രദേശങ്ങളിലെമ്പാടും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ജർമ്മനി അടക്കമുള്ള സ്ഥലങ്ങളിലെ നഗരങ്ങളിലെ ക്രിസ്മസ് ചന്തകളാണ് ആക്രമിക്കപ്പെടുന്നത്. കാറിൽ വന്ന് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ഇടിച്ചു കയറുക, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കത്തിയുമായിട്ട് വന്ന് ആൾക്കാരെ കുത്തുക, പിന്നെ തോക്ക് കൊണ്ടുവന്ന് വെടിവെക്കുക, ഇതൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് അവിടെ അരങ്ങേറിയിട്ടുണ്ട്. ജർമ്മനിയിലും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലും. ഫ്രാൻസിൽ ബോംബ് സ്ഫോടനം അടക്കം നമ്മൾ കണ്ടതാണ്. അവിടെ പ്രവാചകനെ നിന്ദിച്ചു എന്ന് പറഞ്ഞ് പ്രവാചക നിന്ദ ആരോപിച്ച് പക്ഷേ ഫ്രാൻസെല്ലാം വലിയ രീതിയിൽ മാറിയിട്ടുണ്ടല്ലോ അല്ലേ? ഇത്രയും ഇസ്ലാമിക ഭീകരവാദത്തെ തുറന്ന് എതിർക്കാൻ തന്നെ അവർക്ക് ഒരു ധൈര്യം. അതെ, ഫ്രാൻസൊക്കെ വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ പറയുന്ന ഇതിനെ എതിർത്തുകൊണ്ട്, ഈ ഇസ്ലാമിക ഭീകരവാദത്തെയും ജിഹാദിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നു. അവർ ഒരു തരത്തിലും അതിനോട് വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. അതേസമയം ലണ്ടൻ, UK-യിലും ബ്രിട്ടനിലാണ് ഇപ്പോൾ ഇത് ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കുന്നത്. അവിടെ ഈ പറയുന്നത് പോലെ സർക്കാരിന് ഇവർക്കെതിരെ കൃത്യമായ നടപടികൾ എടുക്കാൻ പല ബുദ്ധിമുട്ടുകളുണ്ട്. രാഷ്ട്രീയമായിട്ട് വലിയ തിരിച്ചടികൾ ഉണ്ടാകും എന്ന ഭയമുണ്ട്. അവിടെ ഈ കൺസർവേറ്റീവ് പാർട്ടിയുണ്ട്, അതുപോലെ ലേബർ പാർട്ടിയുണ്ട്. ഇവരെല്ലാവരും ഈ വലിയ തോതിൽ അവിടെ മുസ്ലിം വോട്ട് ബാങ്ക് വർദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെതിരെ നടപടിയെടുക്കാൻ ഭയപ്പെടുന്നുണ്ട്. പക്ഷേ ജർമ്മനി അങ്ങനെയല്ല. ജർമ്മനി വളരെ കൃത്യമായിട്ട് ഇതിനൊക്കെ എതിരെ നടപടിയെടുക്കുന്നുണ്ട്. ഏറ്റവും അവസാനം നമ്മൾ കണ്ടതാണ്, ഒരു സൗദിയിൽ നിന്ന് ജർമ്മനിയിലേക്ക് കുടിയേറിയ ഒരു ഡോക്ടറാണ് ഈ പറഞ്ഞതുപോലെ കാർ ഓടിച്ചു കൊണ്ടുവന്ന് ആൾക്കൂട്ടത്തിനിടയിലേക്ക് കയറ്റുകയും ക്രിസ്മസ് കാലത്ത് 2 പേരെ കൊലപ്പെടുത്തുകയും ചെയ്തു. നിരവധി പേർക്ക് മാരകമായി പരിക്കേറ്റു. ഈ ഡോക്ടർ പിന്നീട് പിടിയിലായി. പക്ഷേ നമ്മൾ ഈ യൂറോപ്പിലെമ്പാടും ഈ ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഈ ജിഹാദ് ഏത് നിമിഷവും അവിടെ നടക്കാം, ജിഹാദി ആക്രമണം ഉണ്ടാകാം എന്ന് യൂറോപ്പ് ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കർശനമായ വ്യവസ്ഥകൾ, യൂറോപ്പിലേക്ക് കുടിയേറുന്നതിന് കർശന വ്യവസ്ഥകൾ അവർ ഏർപ്പെടുത്തുകയാണ്. ഇപ്പോഴും ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ട വിവരം, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന്, അതുപോലെ ഇറാൻ, ഈ 3 രാജ്യങ്ങളിൽ നിന്ന് മറ്റൊരു കാര്യം പരിശോധിക്കണമായിരുന്നു. ഈ പശ്ചിമേഷ്യയിലെല്ലാം വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ജർമ്മനിയിലേക്ക് അഭയാർത്ഥി പ്രവാഹം ഉണ്ടായപ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടായിരുന്നു മുൻകാലങ്ങളിൽ അവിടുത്തെ ഭരണാധികാരികൾക്കുണ്ടായിരുന്നത്. ആ തെറ്റ് മനസ്സിലാക്കി കാണും അല്ലേ ഫ്രാൻസും ജർമ്മനിയും അടക്കമുള്ള രാജ്യങ്ങൾ? അതെ, തീർച്ചയായിട്ടും യൂറോപ്പ് എമ്പാടും അതിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അവർ വലിയ മനുഷ്യാവകാശവും സഹിഷ്ണുതയും മാനവികതയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന യൂറോപ്പ് ഇപ്പോൾ അതിൻ്റെ അപകടം തിരിച്ചറിയുന്നുണ്ട്. ഈ മധ്യേഷ്യയിൽ നിന്നാകട്ടെ, പ്രത്യേകിച്ചും പാലസ്തീൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നാകട്ടെ, പാകിസ്ഥാനിൽ നിന്നാകട്ടെ, ബംഗ്ലാദേശിൽ നിന്നാകട്ടെ,
അങ്ങോട്ടേക്കുള്ള കുടിയേറ്റം പ്രത്യേകിച്ച് റോഹിംഗ്യ കർശനമായിട്ട് നിരോധിക്കാനും നിയന്ത്രിക്കാനുമുള്ള നീക്കത്തിലാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ ഇപ്പോൾ റോഹിംഗ്യകൾ മ്യാൻമാർ വിട്ട് വരുന്ന റോഹിംഗ്യകൾ എന്തുകൊണ്ട് ബംഗ്ലാദേശിലേക്ക് അധികം പോകുന്നില്ല, എന്തുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോകുന്നില്ല, എന്തുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലേക്ക് പോകുന്നില്ല? അവർ കടന്നു വരാൻ ആഗ്രഹിക്കുന്നത് മുസ്ലിം രാഷ്ട്രങ്ങളിലേക്കാണ്, ഇന്ത്യ പോലെയുള്ള രാഷ്ട്രങ്ങളിലേക്കാണ്. അവർ ചൈനയിലേക്ക് പോലും പോകുന്നില്ല. കാരണം ചൈനയിൽ ചെന്നാൽ ഈ വെടിയുണ്ടകളായിരിക്കും അവരെ സ്വീകരിക്കുക എന്ന് അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും ചൈന അവരുടെ ഒരു ഓപ്ഷൻ അല്ല. മറിച്ച് ഇന്ത്യ, അതുപോലെ തന്നെ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ, പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കുടിയേറാൻ ഇവർ കടുത്ത പരിശ്രമം നടത്തുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ലേബർ വിസ പോലും ഇനി കൊടുക്കണ്ട, പാകിസ്ഥാനി ബംഗ്ലാദേശികൾക്ക് ലേബർ വിസ പോലും കൊടുക്കണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് പല യൂറോപ്യൻ രാജ്യങ്ങളും അത് കൂലങ്കഷമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെ ഒഴിവാക്കണം, ഇവരെ ഇനി ഒരു കാരണവശാലും ഇവരെ ഇങ്ങോട്ടേക്ക് എടുക്കരുത്, ഇവരെ കുടിയേറാൻ അനുവദിക്കരുത്. അതുപോലെ തന്നെ വന്നാൽ അഥവാ വിസ കൊടുത്താൽ തന്നെ ജോബ് വിസ കൊടുത്താൽ വരിക, ജോലി ചെയ്യുക, മടങ്ങിപ്പോവുക. അവർക്ക് കുടുംബസമേതം ഇവിടെ വന്ന് താമസിക്കാനുള്ള സാഹചര്യം കൊടുക്കരുത് എന്ന ശക്തമായൊരു വാദം യൂറോപ്പിലെമ്പാടും ഉയർന്നിട്ടുണ്ട്. അത് നമുക്കറിയാം, ബ്രിട്ടനിലുണ്ട്, UK-യിലുണ്ട്, അതുപോലെ ജർമ്മനിയിൽ അത് വളരെ ശക്തമാണ്. ജർമ്മനിയിൽ ഇവർക്ക് അധികം അങ്ങനെ കടന്നു കയറാൻ സാധിച്ചിട്ടില്ല. എങ്കിലും ഈ മാനവികതയുടെ പേരിൽ അഭയാർത്ഥി പ്രവാഹം ഉണ്ടായപ്പോൾ ജർമ്മനി അവരുടെ വാതിലുകൾ മലർക്കെ തുറന്നിട്ടതാണ്. അതിൻ്റെ ദുരന്തമാണ് ജർമ്മനിയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾ, ഇപ്പോൾ ഇറ്റലിയിലൊക്കെ ഉള്ളൂ ഇത് കുറവ്, പക്ഷേ മറ്റ് പല രാജ്യങ്ങളും ഈ വെല്ലുവിളി നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ അർത്ഥത്തിൽ സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും കാരുണ്യത്തിൻ്റെയും ദയയുടെയും ഒക്കെ വാതിലുകൾ മലർക്കെ തുറന്നിട്ട് അഭയാർത്ഥികൾക്ക് ഇരു കൈകളും നീട്ടി സ്വാഗതമോദിയ രാഷ്ട്രങ്ങൾ ഇന്ന് നേരിടുന്ന വെല്ലുവിളി ചെറുതല്ല. ഈ അഭയാർത്ഥികളായിട്ട് മറ്റൊരു കാര്യം മറക്കരുത്, 2 ദിവസം മുൻപായിരുന്നു ഈ അമേരിക്കയിൽ രണ്ട് ഇസ്രയേൽ പൗരന്മാരെ കൊലപ്പെടുത്തുന്നത്. അതിലേക്ക് വരുന്നു. അമേരിക്കയിൽ ഈ ഇസ്രയേലി എംബസിയിൽ 2 ഇസ്രയേൽ പൗരന്മാരെ കൊലപ്പെടുത്തി. അത് അമേരിക്കയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം പഴുതടച്ച സുരക്ഷയുള്ള ഒരു രാഷ്ട്രമാണ് അമേരിക്ക. ആ അമേരിക്കയിൽ അതും ഇസ്രയേലി പൗരന്മാർ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയുടെ മുഖത്തേറ്റ അടിയാണ്. ട്രംപിൻ്റെ മുഖത്ത് തന്നെ ആരോ കാർക്കിച്ച് തുപ്പിയതുപോലെയാണ് അത് അമേരിക്കയ്ക്ക് അനുഭവപ്പെടുന്നത്. അമേരിക്ക ഈ കാര്യത്തിൽ കൂടുതൽ ചിന്തിക്കട്ടെ. അവിടെ സൗദിയും തുർക്കിയും ഒക്കെ ആയിട്ട് തോളിക്കൈയിട്ട് വലിയ സൗഹൃദമൊക്കെ ട്രംപ് അവിടെ ചെന്ന് വീരവാദം മുഴക്കിയപ്പോൾ ഇപ്പുറത്ത് സ്വന്തം രാജ്യത്ത് ഇസ്രയേൽ എംബസിയിൽ 2 ജൂതന്മാർ 2 ഇസ്രയേലി പൗരന്മാർ കൊല്ലപ്പെട്ട കാഴ്ചയാണ് അദ്ദേഹത്തിന് കാണാനായത്. ഈ ഇന്ത്യ പാക് സംഘർഷത്തിലും ചില മുതലെടുപ്പുകൾ നടത്താൻ ട്രംപ് ശ്രമിച്ചതാണ്. അത് ആർക്ക് വേണ്ടിയാണെന്നൊക്കെ ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. എന്തായാലും ഈ രണ്ടാമത്തെ ട്രംപ് പലർക്കും വഴങ്ങുകയാണോ? രണ്ടാമത്തെ ട്രംപ് വഴങ്ങുകയാണോ എന്നുള്ളതിനേക്കാൾ രണ്ടാമത്തെ ട്രംപിന് ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റേതായ ചില ലക്ഷ്യങ്ങൾ സാധിക്കാനുണ്ട്. അമേരിക്കയ്ക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന് അദ്ദേഹത്തിന് വാശിയുണ്ട്. ആ വാശിയാണ് അദ്ദേഹത്തിനെ. പക്ഷേ അമേരിക്ക എല്ലാ നേട്ടങ്ങളിലേക്കും കൊണ്ടെത്തിച്ചത് ഈ ജൂത വിഭാഗമാണല്ലോ. അതെ, ഇന്ന് പക്ഷേ അമേരിക്ക വലിയ തോതിൽ അമേരിക്ക കടക്കണിയിലാണ്. അമേരിക്കൻ സർക്കാർ വലിയ തോതിൽ കടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ സൗദി പോലെയുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് വലിയ നിക്ഷേപങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നു. സൗദിയുമായിട്ട് വലിയ ബിസിനസ്സുകൾ ചെയ്യാൻ അവർ താല്പര്യപ്പെടുന്നു. സൗദിയുമായിട്ട് സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിൽ പോയാലേ അതൊക്കെ സാധിക്കുകയുള്ളൂ. അവിടെ നിന്ന് പണം അമേരിക്കയിലേക്ക് വരണം. മാത്രമല്ല ക്രൂഡ് ഓയിൽ നമുക്കറിയാമല്ലോ, $1 ലോകം ഭരിക്കുന്നത്. അതിനൊരു ഇടിവ് വരാൻ അമേരിക്ക ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല. ഡോളറിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ചയുണ്ടായാൽ അത് അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയെ വലിയ തോതിൽ മാറ്റിമറിക്കും. അത് അമേരിക്കയുടെ മാത്രമല്ല, ലോകത്ത് പല രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെ അത് ബാധിക്കും എന്നുള്ളത് നമുക്കിന്ന് അറിയാം. അതുകൊണ്ട് തന്നെ അമേരിക്ക വളരെ സൂക്ഷ്മമായിട്ടാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. അമേരിക്കയ്ക്ക് പുറകെ യൂറോപ്പും ഇത്തരത്തിലുള്ളൊരു വലിയ ഭയാശങ്കയിലാണ്. അവർക്ക് ഈ പറഞ്ഞതുപോലെ ഇസ്രയേലി എംബസിയിലുണ്ടായ ഈ ആക്രമണം അവരെ ഈ യൂറോപ്യൻ രാജ്യങ്ങളെ എല്ലാം ഞെട്ടിച്ചിരിക്കുകയാണ്. പഴുതടച്ച സുരക്ഷയുള്ള അമേരിക്കയിൽ പോലും അത് സംഭവിച്ചു. അപ്പോൾ പിന്നെ യൂറോപ്പിൻ്റെ കഥ എന്താകും എന്ന ആശങ്കയാണ് അവർക്കുള്ളത്.
എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ജർമ്മനി അവരുടെ വാതിലുകൾ മലർക്ക തുറന്നിട്ട വാതിലുകൾ കൊട്ടിയടയ്ക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. വരും ദിവസങ്ങളിൽ അത് കൂടുതൽ ശക്തമാകും. അത് ജർമ്മനിയിൽ മാത്രമല്ല യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലേക്കും അത് വ്യാപിക്കും എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം.